ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഈജിപ്തിനെ നേരിടാൻ പോവുകയാണ്. റൗണ്ട് ഓഫ് 16 നിർണായക മത്സരം ഇന്ന് രാത്രി 9:30 ഫുട്ബോൾ ലോകത്ത് അരങ്ങേറുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ വെള്ളം കുടിച്ചുകൊണ്ടാണ് അർജന്റീന കേപ്പ് വെർദെക്കെതിരെ വിജയിച്ചത്. ഈജിപ്തിനെതിരെ അങ്ങനെയുള്ള പിഴവുകളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി സ്കലോണി മികച്ച പ്ലാനിങ്ങുമായി തന്നെയാണ് ഇന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. ടീമിൽ വലിയ മാറ്റങ്ങൾ സ്കലോണി വരുത്തിയിട്ടുണ്ട്. നിലവിൽ ഈ വേൾഡ് കപ്പിൽ തോൽവിയറിയാതെ കുതിക്കുകയാണ് ഈജിപ്തും. തോൽവിയറിയാത്ത രണ്ട് ടീമുകളുടെ പോരാട്ടം ഏറെ കഠിനമാകുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അതേസമയം മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അർജന്റീന ആരാധകർക്കും അർജന്റീൻ ടീമിനും ഏറെ ആശങ്കകളുടെ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. ഇന്നലെ തന്നെ ഫിഫ മത്സരത്തിനുള്ള മെയിൻ റഫറിയെ തീരുമാനിച്ചു. ഇവിടം തൊട്ട് തന്നെയാണ് അർജന്റീന ആരാധകരുടെ ആശങ്കകളും. ഈജിപ്തിനെ നേരിടാൻ ഒരുങ്ങുന്ന അർജന്റീൻ ക്യാമ്പിനെ അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു ഫിഫയുടെ ഔദ്യോഗിക പ്രഖ്യാപനം. ഏറെ നിർണായകമായി മത്സരത്തിലെ മുഖ്യ റഫറിയായി ഫ്രഞ്ചുകാരനായ ഫ്രാൻസോ ലെക്സ്കിയറെയാണ് ഫിഫ നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ഫ്രാൻസും അർജന്റീനയും തമ്മിൽ കളിക്കളത്തിന് പുറത്തുള്ള കടുത്ത ഫുട്ബോൾ വൈര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഫ്രഞ്ച് റഫറിയെ തന്നെ അർജന്റീനയുടെ മത്സരത്തിൽ നിയോഗിച്ചതാണ് ആരാധകരെയും ഫുട്ബോൾ ലോകത്തെയും ഒന്നടക്കം ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫിഫയുടെ അപ്രതീക്ഷിത തീരുമാനത്തിൽ അർജന്റീൻ ക്യാമ്പിലും വലിയ അമ്പരപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. റഫറിയുടെ കാര്യം ആലോചിച്ച് അർജന്റീൻ ക്യാമ്പിൽ ഇപ്പോഴും ആശങ്കകളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഇനിയും കാണാം.